ചെയ്യണേ റഹ്മാനേ. അങ്ങനെ ഒത്തിരി നൊമ്പരങ്ങളും സങ്കടങ്ങളുമുള്ള ഞങ്ങളെ, ഒത്തിരി വേദനകളും വിഷമങ്ങളും പ്രശ്നങ്ങളുമുള്ള ഞങ്ങളെ അല്ലാഹ് ഒന്ന് കഴിഞ്ഞാലല്ല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ അല്ലാഹുവേ, വീടില്ലാതെ വിഷമിക്കുന്നവരെ, വഴിയില്ലാതെ വിഷമിക്കുന്നവരെ, വീട് വെക്കാൻ ലാൻഡില്ലാതെ ഭൂമിയില്ലാതെ വിഷമിക്കുന്നവരെ, കടം കാരണം വല്ലാത്ത സങ്കടത്തിൽ കഴിയുന്നവരെ, കല്യാണം ശരിയാവാതെ വിഷമം സഹിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മക്കളില്ലാതെ വിഷമിക്കുന്നവരില്ലേ. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം പ്രതിസന്ധികൾ, സിഹ്ർ കാരണം ബുദ്ധിമുട്ടുന്നവരെ, കണ്ണേറ് കാരണം ബുദ്ധിമുട്ടുന്നവരെ, നാപ്പോര് കാരണം ബുദ്ധിമുട്ടുന്നവരെ, ശത്രുക്കളുടെ ശർറുകൾ സഹിക്കാൻ കഴിയാതെ ഗീബത്ത് കാരണം, നമീമത്ത് കാരണം, ഫസാദ് കാരണം, ചതിയമ്മാനം, ആരാണ് നല്ലവര് ആരാണ് ചീത്തവരെന്ന് തിരിച്ചറിയാൻ പടച്ചവനെ ഞങ്ങളെ കരുതാത്ത ഭാഗത്തിലൂടെ ശർറുകൾ ഞങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് വന്നുപെടുമ്പോ അവിടെയെല്ലാം ദുആഉൽ ഖർബാൻ നിങ്ങൾക്ക് പരിഹാരം അല്ലാഹ്, അവിടെയെല്ലാം യാസീനാണ് നിങ്ങൾക്ക് പരിഹാരമല്ല. സർവ ശർറുകളും സർവ ശത്രുക്കളും പടച്ചവനെ ദുആഉൽ ഖർബിലൂടെ നീ ബാത്തുലാക്കണേ അല്ലാഹ്, ബാത്തുലാക്കണേ അല്ലാഹ്. ലൈവ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാ വിഷമങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇവിടെ വല്ല ദുആരിക്കാൻ വേണ്ടി ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ എല്ലാ സങ്കടങ്ങൾക്കും നീ പരിഹാരം നൽക റബ്ബേ. ഞങ്ങളോട് വിളിച്ചു പറഞ്ഞവരെ ദുആരിക്കണട്ടോ എന്ന് പറഞ്ഞു വസിയത്ത് ചെയ്യുന്നവരെ, 1500 രാവിലെ വന്നവരെ പടച്ചവനെ, ഞങ്ങളെ മജ്‌ലിസ് ഒരു ദിവസവും ഒഴിവില്ലാതെ കേൾക്കുന്നവരെ നാദാ, നീ എല്ലാവർക്കും ബറക്കത്ത് നൽക അല്ലാഹ്, നീ എല്ലാവർക്കും ഐശ്വര്യം നൽക അല്ലാഹ്, നീ എല്ലാവർക്കും സമാധാനം നൽക അല്ലാഹ്, നീ എല്ലാവർക്കും റാഹത്ത് നൽക അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങളെ മുഴുവനും നീ പൊറുക്കണേ റഹ്മാനേ. വൻപാപങ്ങളെ ചെറുപാപങ്ങളെ പൊറുത്തു തരണം അല്ലാഹ്. ഖൽബ് നന്നാക്കണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, ഈമാൻ നൽകണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കനാദാ, ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കനാദാ, ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കനാദാ, ഞങ്ങളെ സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ കുടുംബത്തിൽ നീ സന്തോഷം നിലനിർത്തി തരണേ റഹ്മാനേ. ഞങ്ങളെ കുടുംബത്തിൽ നീ സമാധാനം നിലനിർത്തണേ റഹ്മാനേ. പല മക്കൾക്കും എക്സാമാണ്, പല മക്കൾക്കും പരീക്ഷയാണ് അല്ലാഹ്. ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ നല്ല വിജയം നീ നൽകണേ അല്ലാഹ്, നല്ല വിജയം നീ നൽകണേ അല്ലാഹ്. യൂട്യൂബിലൂടെ ഞങ്ങളെ ലൈവ് കാണുന്നവരെ, ലൈവായിട്ടും ലൈവ് കഴിഞ്ഞാലും ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരെ, ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങളെ മജ്‌ലിസിന് ദിവസം പോലും ഒഴിവില്ലാതെ കാണുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, നീ അവർക്കെല്ലാം ഖൈർ നൽകണേ അല്ലാഹ്, നീ അവർക്കെല്ലാം റഹ്മത്ത് നൽകണേ അല്ലാഹ്, നീ അവർക്കെല്ലാം റാഹത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് അനാഥ മക്കൾ കർവിന്നിലാവ് കുടുംബങ്ങൾ സ്നേഹ വീട് നൽകി, ഇനിയും നൽകുന്നു, കബൂലാക്കണേ റഹ്മാനേ. സ്നേഹ വീട്ടിലേക്കും കുടിവെള്ള പദ്ധതിയിലേക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും പടച്ചവനെ പള്ളി നിർമ്മാണത്തിലേക്കും അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം നേർച്ചകളും സഹായങ്ങളുമായി പലരും വന്നവരുണ്ട്. ഒരു പ്രിയപ്പെട്ട സഹോദരി പള്ളി നിർമ്മാണത്തിലേക്ക് വലിയ ഒരു തുക നൽകിയിട്ട് പ്രത്യേകം ദുആർക്കണട്ടോ എന്ന് പറഞ്ഞവനുണ്ട്. അല്ലാഹ്, നീ എല്ലാം കബൂലാക്കണേ നാദാ, നീ
എല്ലാം സ്വീകരിക്കണേ അല്ലാ. വിൽക്കാൻ വെച്ച സ്ഥലം നല്ല നിലക്ക് വിറ്റുപോകണോ, വിൽക്കാൻ വെച്ച വീട് നല്ല നിലക്ക് വിറ്റുപോകണോ, കടങ്ങളൊക്കെ വീട്ടണോ, ആധാരം തിരിച്ചെടുക്കണോ, തുടങ്ങി വെച്ച വീട് പണി പൂർത്തിയാവണോ, വീട്ടിൽ സമാധാനമുണ്ടാവണോ. പടച്ചവനെ, സ്ഥലം സംബന്ധമായി കേസിലാണ്, പ്രശ്നത്തിലാണ്, അതിർത്തർക്കത്തിലാണ്, റാഹത്താവണോ. കുടിച്ചു വച്ച കിണറിലും വെള്ളമുണ്ടാവണോ, കുഴിക്കാൻ പോകുന്ന കിണറ്റിന് വെള്ളമുണ്ടാവണോ, വീട്ടിലേക്ക് വാഹനമെത്തുന്ന രൂപത്തിലുള്ള വഴി വേണോ. അല്ലാ, വീട് വെക്കണം എന്ന സ്വപ്നമാണ് റബ്ബേ, വീട് വെക്കാനുള്ള ഭൂമി വേണോ. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ആഗ്രഹങ്ങളാ ഞങ്ങളെ മനസ്സിലെ, ധാരാളം ആശകളാ ഞങ്ങളെ മനസ്സിലെ. നാദാനി അതെല്ലാം സഫലമാക്ക റബ്ബേ. ഞങ്ങളെ നോക്കാനാ ഞങ്ങളെ പ്രവാസികൾ ഗൾഫിലേക്ക് പോയത്, അവിടെ കഷ്ടപ്പെടുന്നത് ഞങ്ങളെ നോക്കാനാ, ഞങ്ങളെ മക്കളെ നോക്കാനാ, ഞങ്ങളെ പേരമക്കളെ നോക്കാനാ. പടച്ചവനെ, ഞങ്ങളെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്കും മക്കളിലും മരുമക്കളിലും പ്രവാസികളിലും നാട്ടുകാരിലും അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് നൽക റബ്ബേ, ഐശ്വര്യം നൽക റബ്ബേ, സന്തോഷം നൽക റബ്ബേ, സമാധാനം നൽക റബ്ബേ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ അറിവിന്നില്ല മജ്‌ലിസ് എവിടെയുണ്ടെന്ന് കേൾക്കുമ്പോഴും ഓടി വരുന്ന കുടുംബങ്ങളുണ്ട് അല്ലാ. ഈ മജ്‌ലിസ് എവിടെ നടന്നാലും അവിടെയെല്ലാം ഓടി വന്ന് ആ തവസ്സുൽ മൈത്തിൽ പങ്കെടുത്ത ദുആയിൽ പങ്കെടുക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. ഇന്നലെ പ്രിയപ്പെട്ട അമ്മ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളുടെ മജ്‌ലിസ് എന്നും കേൾക്കുന്നവനാണ് ഞാൻ, നിങ്ങളെ മജ്‌ലിസ് ഒരു ദിവസം പോലെ ഒഴിവില്ലാതെ കേൾക്കുന്നവനാണ്. ദ്വാരക്കണട്ടോ, പ്രാർത്ഥിക്കണട്ടോ, എനിക്കും കുടുംബത്തിനും പ്രാർത്ഥിക്കണം കേട്ടോ. അൽഹംദുലില്ലാഹ്, ഇശാ മഗ്‌രിബിന്റെ കളയിൽ എല്ലാ ദിവസവും യാസീൻ ഓതാൻ വരുന്ന ഈ കുടുംബങ്ങളെ, സൂറത്തുൽ മുൽക്ക് ഓതാൻ വരുന്ന കുടുംബങ്ങളെ, സൂറത്തുൽ വാഖിയ ഓതാൻ വരുന്ന കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കഴിയുന്ന ആളുകളൊക്കെ ഖുർആൻ എടുത്ത് ഓതണം കേട്ടോ. നമ്മുടെ മജ്‌ലിസ് തുടങ്ങുമ്പോ മജ്‌ലിസിന്റെ കൂടെ ഇരുന്ന് 10,000 കൂടെ ഒരുമിച്ച് യാസീൻ ഓതാൻ, 10,000 കൂടെ ഒരുമിച്ച് മുൽക്ക് ഓതാൻ, 10,000 കൂടെ ഒരുമിച്ച് വാഖിയ ഓതാൻ, തസ്ബീഹമാല കയ്യിൽ പിടിച്ച് ദിക്ർ ചൊല്ലാൻ. അല്ലാഹ്, ഈ കുടുംബങ്ങൾ അങ്ങനെയാണ്. ഒരു ദിവസവും അവരെ ഒഴിവാക്കാറില്ല, ഒരു ദിവസവും അവരെ മുടക്കാറില്ല, ഒരു ദിവസവും അവരെ മുടങ്ങാറില്ല. അല്ലാഹ്, നീ അവർക്ക് ഖൈർ നൽക റബ്ബേ, നീ ബറക്കത്ത് നൽക റബ്ബേ, നീ റാഹത്ത് നൽക റബ്ബേ, നീ സന്തോഷം നൽക റബ്ബേ, നീ സമാധാനം നൽക റബ്ബേ, നീ നിഅമത്ത് നൽക റബ്ബേ. എല്ലാവിധ ഖൈറുകളും നീ നൽകണേ റഹ്മാനേ, എല്ലാവിധ ഐശ്വര്യവും നീ നൽകണേ റഹ്മാനേ, എല്ലാവിധ ബറക്കത്തും നീ നൽകണേ റഹ്മാനേ, എല്ലാവിധ സന്തോഷവും നീ നൽകണേ റഹ്മാനേ. അവർ ഈ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ ധാരാളം മുറാദുകൾ അവരെ മനസ്സിലെ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ പല പരീക്ഷകളും എഴുതിയിട്ടുണ്ട്, പല പരീക്ഷകളും എഴുതാൻ നിൽക്കുന്നവരുണ്ട് അല്ലാഹ്. ജോലി നീ നൽകണേ റഹ്മാനേ, നല്ല ഖൈറുള്ള ജോലി നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ശമ്പളം കിട്ടാതെ പ്രതിസന്ധികളുള്ളത്, പ്രയാസങ്ങളുള്ളത്, വിഷമങ്ങളുള്ളത് റബ്ബേ, നീ എല്ലാം റാഹത്തുലാക്കണേ റഹ്മാനേ. ഉമ്മ ഖബറിലാണ്, ഉമ്മാക്ക് സ്വർഗം കൊടുക്ക അല്ലാ. ശൈഖുനാ ചെറിയ പിസാനടക്കം ഞങ്ങളെ മഹാന്മാരായ ഞങ്ങളെ ഉസ്താദുമാരെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ നന്നാവണമെന്ന രൂപത്തില് ഞങ്ങളെ നന്മ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഞങ്ങളെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, പടച്ചവനെ, ഞങ്ങളിൽ ഒരു തെറ്റ് വരുമ്പോ അത് ഞങ്ങളോട് സ്നേഹത്തോടെ തിരുത്തി തരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അല്ലാഹ്, ഞങ്ങളെ വിജയം മാത്രം ആഗ്രഹിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, അവർക്ക് ആഫിയത്ത് കൊടുക്കണേ. മരിച്ചുപോയവരുടെ ഖബർ സ്വർഗ്ഗപൂന്തോപ്പാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. പ്രത്യേക
പ്രത്യേകിച്ച് ഞങ്ങൾ അറിവിന്നില്ലാമ കുടുംബങ്ങളുടെ ഖബർ സ്വർഗത്തിൽ പൂന്തോപ്പാക്കനാഥ. ഫലസ്തീനിലെ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ആ ശത്രുക്കളുടെ ഷർറുകൾ നീ ബാത്തിലാക്കണേ അല്ലാ, ബാത്തിലാക്കണേ അല്ലാ, ബാത്തിലാക്കണേ നാദാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.